Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ദോശയായിട്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉഴുന്നുമാവ് വെച്ചിട്ടുള്ള ദോശയല്ല, ഇത് ഓട്സ് വെച്ചിട്ടുള്ള ദോശയാണ്. ആൻഡ് ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പോൾ ഓട്സ് കഴിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓട്സിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതുപോലെ ഓട്സ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ ദോശ ഉണ്ടാക്കുന്ന അതിൻ്റെ അത്ര ടൈമൊന്നും ഇത് എടുക്കില്ല. പിന്നെ നമ്മൾക്കിത് ഫെർമെൻറ്റ് ചെയ്യാനും വെക്കണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം തന്നെ ഓട്സ് ദോശയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്. എരിവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് 3-4 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ ഉപ്പ്, കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില മുറിച്ചത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. നമുക്കൊരു മിക്സി എടുത്തിട്ട് ഈ ഓട്സ് മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് മിക്സിയിൽ ഇത് പൊടിച്ചെടുത്തിട്ട് ഞാൻ വരാം. ഞാനിപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ഉപ്പും. തൈര് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ദോശ ചുടുമ്പോൾ ഇത് വിട്ടുപോരും. അപ്പോൾ അത് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൈര്. അപ്പോൾ തൈര് നിങ്ങൾ അതനുസരിച്ചിട്ട് ഇടണം. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. വെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ബാറ്റർ റെഡിയാക്കാം. മല്ലിയില മുറിച്ചിട്ടത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ ദോശ നമുക്ക് മറിച്ചിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഇടാം. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ദോശ നമുക്ക് കുറച്ച് നേരം എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇനി ഇത് ദോശ പാൻ ചൂടാക്കിയിട്ട് ഇത് ചുട്ടെടുക്കാം. ഉണ്ടാക്കുന്ന ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇത് പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓയിൽ ബ്രഷ് ചെയ്യണില്ല. നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ദോശ, ഞാൻ ഒത്തിരി വലിയ ദോശയിൽ ഉണ്ടാക്കണത്, ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക.
ഒരുപാട് വലിയ ദോശയല്ല ഞാൻ ചുടുന്നത്, ഒരു ഊത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിലുള്ളത്. ഇതിന് കുറച്ച് വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കും. പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാനത് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഡ്രോപ്പായിട്ട്. അപ്പോൾ ഒലിവ് ഓയിലാണ് ഇട്ടത്. ഒലിവ് ഓയിൽ നല്ല ഹെൽത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. ഇത് അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് മറിച്ചിട്ടിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ദോശ ഇതുപോലെ ഇരിക്കും. നമുക്ക് അടുത്ത ദോശയും ഇതുപോലെ ഞാനൊരു ദോശയും കൂടി ചുട്ട് കാണിച്ചു തരാം. നോക്കൂ എന്ത് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് പകുതി വെന്ത് തുടങ്ങി. നമുക്ക് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്തെടുക്കാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഇത്തിരി ഡാർക്ക് കളറായി, പക്ഷെ സാരില്ല, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓട്സ് ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നല്ല ഈസിയായ ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കുക, ചട്നി ഉണ്ടെങ്കിൽ ചട്നീൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈസിയാണ്, ഹെൽത്തിയാണ്, ആൻഡ് അധികം സമയം എടുക്കില്ല. സോ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.